ഇപ്പോഴത്തെ മറ്റൊരു ദൃശ്യം ഇത് എവിടെ നിന്നാണ്? വിഴിഞ്ഞത്ത് നിന്നുള്ള ദൃശ്യമാണ്. വിഴിഞ്ഞം വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായി മാറിയിട്ട് കുറേ കാലമായി. അവിടെ സൈനിക സാന്നിധ്യം ഉൾപ്പെടെയുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമുണ്ട്. വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിലെ ദൃശ്യങ്ങളാണ് പൂജ ഈ കാണുന്നത്. അവിടെ നിന്ന് ജിബിൻ JB കൂടിയുണ്ട്. ജിബിൻ, വിഴിഞ്ഞത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്? പൂജ, തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് സമീപത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കാഷ്വാലിറ്റികൾ എങ്ങനെ റെസ്ക്യൂ ചെയ്യാമെന്ന ഒരു മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം നടത്തിയത് വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ആദ്യം ഒരു കാഷ്വാലിറ്റി റെസ്ക്യൂ നടത്തിയത്. രണ്ടാമതായി ഇപ്പോൾ തുറമുഖത്തിലേക്ക്, പ്രത്യേകിച്ച് ഫിഷിംഗ് ഹാർബറിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കാഷ്വാലിറ്റി റെസ്ക്യൂ നടക്കുന്നത്. കാരണം നമുക്കറിയാം, തിരുവനന്തപുരത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ കമ്മീഷനിങ് പോലും പ്രധാനമന്ത്രി നേരിട്ടെത്തി നടത്തി. അതുകൊണ്ട് തന്നെ വളരെയധികം സുപ്രധാനമായ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റെസ്ക്യൂ ആണ്. അതാണ് മോക്ക് ഡ്രില്ലായി ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തെ ദൃശ്യം ഉൾപ്പെടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിബിനാണ് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി കിട്ടുമോ ജിബിൻ? ഒരു പ്രതിസന്ധി ഉണ്ടായാൽ വളരെ വേഗത്തിൽ എങ്ങനെയാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് സേഫായി ഒരിടത്ത് നിൽക്കേണ്ടത്. പ്രശാന്ത് കൃഷ്ണയെ സ്ക്രീനിൽ നമുക്ക് കാണാം. പ്രശാന്ത്, ഇപ്പോൾ ലുലു മാളിലെ മോക്ക് ഡ്രിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അവിടെ ഇപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എത്തി? ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും സാധനം വാങ്ങാൻ വന്നവരെല്ലാവരും എങ്ങനെയാണ് മോക്ക് ഡ്രിൽ ഇതൊരു പുതിയൊരു അനുഭവം ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ചും ദേശ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വലിയ ഒരുക്കമാണ് നടക്കുന്നത്. അതെ, സർക്കാരുമായി നമ്മൾ സഹകരിച്ച് പോവുക, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ പങ്കാളികളാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയുണ്ട് ഈ ബ്ലാക്ക് ഔട്ട് എങ്ങനെ നേരിടണം എന്നുള്ളൊരു പരിശീലനമാണ്. ലൈറ്റുകൾ പുറത്ത് വരരുത്, ഒരു ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ അതെല്ലാം ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചു. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സേഫ്റ്റിയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെയും നമ്മുടെയും സേഫ്റ്റി എപ്പോഴും നമ്മൾ മുൻകരുതലായി എടുക്കണം എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും പ്രധാനം ഈ വാക്കുകൾ എല്ലാ ജനങ്ങളും ഇതൊരു വലിയൊരു ഉദ്യമമായി കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ ഈ സെൽഫ് ഡിഫെൻസിന് തയ്യാറെടുക്കാം എന്നത് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 4 മണി മുതൽ 4:30 വരെ നടക്കുന്ന ഈ മോക്ക് ഡ്രില്ലിനോട് എല്ലാവർക്കും പൂർണ്ണ സഹകരണവുമാണ്. പലരും ഇവിടെ വാങ്ങാൻ വന്ന് ഇപ്പം നമുക്ക് ഇരുട്ടത്തകളെ നിൽക്കുന്നത് കാണാം. ചോദിക്കാം, ഇതൊരു മോക്ക് ഡ്രില്ലാണെന്നറിയോ? മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് മോക്ക് ഡ്രില്ലാണെന്നറിയോ? എന്തിന്റെ ഭാഗമാണ് എന്നറിയാലോ അല്ലേ? യുദ്ധത്തിന്റെ. അപ്പം ഈ ലൈറ്റുകൾ ഓഫ് ചെയ്ത് നമ്മൾ എങ്ങനെ സുരക്ഷിതരാകണം ഒരു ആക്രമണമൊക്കെ ഉണ്ടായാൽ എന്നത് ജനങ്ങളെ പരിശീലിപ്പിക്കുകയാണ്. അത് രാജ്യത്താകമാനം നടക്കുകയാണ്. എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നത്, എങ്ങനെ മനസ്സിലാക്കുന്നു? എന്താ പറയാ, ഞങ്ങള് അതിന്റെ ഒരു ഭാഗമായിട്ട് ചേരുന്നു. അത് നമ്മൾ തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്. അപ്പോൾ അത് തന്നെയാണ്, എല്ലാത്തിനും തയ്യാറാണ്. കാരണം ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇന്നത്തെ രാജ്യം നേരിടുന്ന ഒരു ഭീഷണി മുന്നറിയിപ്പും എല്ലാം തന്നെ അറിയാം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തീർച്ചയായും പ്രശാന്ത്, ലുലു മോളിനുള്ളിലാണ് നമുക്ക് കാണാം ലൈറ്റുകളെല്ലാം ഓഫ് ആക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ബ്ലാക്ക് ഔട്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏത് രീതിയിലാണ് അതിനോട് പൊരുത്തപ്പെടേണ്ടത്? നമ്മൾ ചില ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ഒരാളെ സ്ട്രക്ചറിൽ തോടുന്നതും മറ്റും, അത് വിഴിഞ്ഞത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ പ്രശാന്ത് വിവരങ്ങൾ നൽകിയ ലുലു മാളിൽ നിന്നാണ്. ആ ദൃശ്യവും നമുക്കിപ്പോൾ വിൻഡോയിൽ കാണാം. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുന്നു. ഇനി നമ്മൾ കോഴിക്കോട്ടെ രാഹുൽ കെ വിവരങ്ങളുമായുണ്ട്. രാഹുൽ നഗരസഭയിലാണ് എന്നാണ് അറിയുന്നത്. അവിടെ നമ്മൾ കേട്ടതുപോലെ സൈറൻ അല്ലായിരുന്നു, അനൗൺസ്മെന്റ് ആണ്. അങ്ങനെ ഓരോ ഇടങ്ങളിലാണ്